തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വുളൂ മുറിയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് വുളൂ മുറിയുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. 4 കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ 3 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 4ാമത്തെ കാര്യമാണ് പറയുന്നത്. ഇതിന്റെ പേജ് ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. പേജ് നമ്പർ 28. വുളൂ മുറിയുന്ന 4 കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞത് എന്താണ്, ഓർക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന്, മനിയല്ലാത്തത് വല്ലതും പുറപ്പെടുക. 2, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. 3, മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുക. ഈ 4ാമത്തതാണ് പറയുന്നത്. തലാഖി ബശറത്തൈ ദക്കരി വ ഉൻസ കബീറൈനി അജ്നബിയൈനി എന്ന് പറഞ്ഞാൽ അന്യരായ വലിയവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. ഇത് വുളൂ മുറിയുന്നതിനുള്ള കാരണങ്ങളാണ്. നമ്മൾ ഫിഖ്ഹാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം ഒരു സ്റ്റോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മറ്റു കിതാബുകൾ നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു വെക്കും. ഒന്ന് പൂർണ്ണമാവാതെ അതിന്റെ ഇടയിൽ മറ്റൊന്ന് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതിൽ ഫിഖ് മാത്രം ഇപ്പൊ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഫിഖ്ഹിൽ പറയുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ മീനിങ്ങുകളുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന ഓരോന്നും ശ്രദ്ധിക്കണം. ഓരോ വാക്കുകളും വെറുതെ പറയുന്നതല്ല. എന്തൊക്കെയാണ് പറഞ്ഞത്? തലാഖി ബശറത്തൈ, തൊലികൾ തമ്മിൽ ചേരുക. ആരുടെ? ദക്കരിം വ ഉൻസ, ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും. കബീറൈനി, ആ സ്ത്രീയും പുരുഷനും വലിയവരാകണം. അജ്നബിയൈനി, അന്യരാവുകയും വേണം. അപ്പൊ തൊലി തമ്മിൽ ചേരണം. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തട്ടിയാൽ, ഒരു അന്യ സ്ത്രീയുടെ തൊലിയും ഒരു അന്യ പുരുഷന്റെ തൊലിയും തമ്മിൽ തട്ടിക്കഴിഞ്ഞാൽ 2 പേരുടെയും വുളൂ മുറിയുന്നതാണ്. ഒരാൾ മറ്റൊരാളെ തൊട്ടു, തൊട്ട ആളുടെ വുളൂവും തൊടപ്പെട്ട ആളുടെ വുളൂവും, 2 ആളെ വുളൂവും മുറിഞ്ഞു പോകും. ഇവിടെ തൊലി തമ്മിൽ തട്ടുമ്പോഴാണ് പറഞ്ഞത്. തൊലിയല്ലാത്ത സ്ഥലങ്ങൾ തമ്മിൽ തട്ടിയാൽ എന്താകൂല? വുളൂ മുറിയൂല. ഇപ്പൊ തൊലിയല്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെ? കണ്ടോ, കയ്യുമ നഖം കണ്ടില്ലേ? ഈ നഖം തൊലിയല്ലല്ലോ. അപ്പോ ഒരു അന്യ പുരുഷന്റെ നഖം ഒരു അന്യ സ്ത്രീയുടെ ശരീരത്തിൽ തട്ടിക്കഴിയാൻ, നഖ തട്ടിയത് കേട്ടോ, നഖത്തിന്റെ അപ്പുറത്തുള്ള തൊലി തട്ടിയിട്ടില്ല, നഖം മാത്രം തട്ടിയാൽ വുളൂ മുറിയൂല. തലയിൽ മുടി, രോമം, ഇത് തൊലിയല്ലല്ലോ. അപ്പൊ ഇത് തട്ടിക്കഴിഞ്ഞാലും വുളൂ മുറിയൂല. ഒരു അന്യ സ്ത്രീയുടെ മുടി തൊട്ടാൽ, അന്യ പുരുഷന്റെ മുടിയോ താടിയൊക്കെ തൊട്ടാൽ വുളൂ മുറിയൂല.
പല്ല് ഇത് തൊലിയല്ലല്ലോ. അപ്പോ അന്യ സ്ത്രീയുടെയോ പുരുഷന്റെയോ പല്ല് തൊട്ടാൽ വുളു മുറിയൂല. കാലിന്റെ ഉൾഭാഗം. അപ്പൊ ഈ തൊലിയല്ലാത്ത ഭാഗം തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയൂല. പക്ഷെ തൊലി തട്ടിയാൽ വുളു മുറിയും. പല്ല് തൊടുന്ന സമയത്ത് ചുണ്ടിന്റെ തൊലി തട്ടിയാൽ വുളു മുറിയും. നഖം തൊടുന്ന സമയത്ത് തൊട്ടുപുറത്തുള്ള തൊലി തട്ടിയാൽ വുളു മുറിയും. മനസ്സിലായല്ലോ? അപ്പൊ തൊലി തമ്മിൽ ചേരുക എന്നതാണ് പറഞ്ഞത്. ആരുടെ? ദക്കരിൻ വ ഉൻസ, ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും. എങ്ങനത്തെ സ്ത്രീയും പുരുഷനും? കബീറൈനി, ചെറിയ സ്ത്രീ, പെണ്ണ് ചെറിയ കുട്ടിയല്ല, പുരുഷനും ചെറിയ കുട്ടിയല്ല, അവർ വലിയവരാണ്. വലിയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അത് ഇവിടെ തന്നെ കിതാബിന് താഴെ വിശദീകരിക്കുന്നത് കാണാം. വൽ മുറാദു ബിൽ കബീരി ഹുനാ മൻ ബലഗ ഹദ്ദൻ യസ്തഗി ഫീഹി ഉർഫൻ ഗാലിബൻ. പരസ്പരം ആകർഷണ തോന്നുന്ന രീതിയിൽ വലുപ്പം എത്തിയ ആള്. അപ്പൊ പ്രായപൂർത്തിയാകണം എന്ന നിബന്ധന ഇല്ല. കുറച്ച് വലിയവരായാൽ തന്നെ മതി, തൊട്ടാൽ വുളു മുറിയും. മനസ്സിലായോ? അജ്നബിയൈനി, അത് തന്നെ അന്യരാവുകയും വേണം. അപ്പോ ഉപ്പ പുരുഷനാണ്, മകൾ സ്ത്രീയാണ്. ഉപ്പ മകളെ തൊട്ടാൽ രണ്ടുപേരുടെയും വുളു മുറിയൂല. കാരണം എന്താ? അവർ സ്ത്രീ പുരുഷന്മാർ അല്ലല്ലോ. സഹോദരൻ സഹോദരിയെ തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയില്ല. കാരണം അവർ അന്യ സ്ത്രീ പുരുഷന്മാർ അല്ല. ഉമ്മ മകനെ തൊട്ടാൽ വുളു മുറിയൂല. കാരണം അവർ അന്യ സ്ത്രീ പുരുഷന്മാരല്ല. ഭർത്താവ് ഭാര്യയെ തൊട്ടാൽ വുളു മുറിയും. കാരണം അവർ ജ്യേഷ്ഠ സഹോദര ആ ബന്ധമല്ല ഉള്ളത്. അതുകൊണ്ട് തൊട്ടാൽ വുളു മുറിയും. അപ്പോ മഹറമും മഹറമല്ലാത്തവരുമായ ബന്ധങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഉപ്പാനെ തൊട്ടാൽ വുളു മുറിയൂല. ഉപ്പാന്റെ അനിയൻ ജ്യേഷ്ഠൻ, അവരെ തൊട്ടാലും വുളു മുറിയുകയില്ല. ആ സ്ത്രീ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മകൻ, അതിനെ തൊട്ടാൽ വുളു മുറിയും. ഇനി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷൻ, ആ പുരുഷന്റെ ഉപ്പാന്റെ നേരെ സിസ്റ്റർ ഉണ്ടാവും, അമ്മായി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടില്. അവരെ തൊട്ടാൽ വുളു മുറിയുകയില്ല. അതേസമയം ആ അമ്മായിയുടെ അല്ലെങ്കിൽ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെയോ അല്ലെങ്കിൽ ജ്യേഷ്ഠത്തിയുടെയോ മകളെ തൊട്ടാൽ വുളു മുറിയും. അതുപോലെ തന്നെ അമ്മാവൻ എന്ന് പറയുമ്പോ ഉമ്മാന്റെ ബ്രദേഴ്സ്, അതേപോലെ ഉമ്മാന്റെ സിസ്റ്റേഴ്സ് ഉണ്ടാവും. അവരെ തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയൂല. അവരുടെ ആൺമക്കളെ തൊട്ടാൽ, പെൺകുട്ടി എന്ത് ചെയ്യണേ, ഉമ്മാന്റെ ബ്രദേഴ്സിന്റെ സിസ്റ്റേഴ്സിന്റെ ആൺമക്കളെ തൊട്ടാൽ വുളു മുറിയും. അതുപോലെ തന്നെ ഒരു ആൺകുട്ടി അവന്റെ ഉമ്മാന്റെ ബ്രദേഴ്സിന്റെ സിസ്റ്റേഴ്സിന്റെ മകളെ തൊട്ടാൽ വുളു മുറിയും. ഇപ്പൊ കാരണം എന്താ? അവിടെ പരസ്പരം കാണാൻ പറ്റുന്നവരും കാണാൻ പറ്റാത്തവര്. ഇപ്പൊ പരസ്പരം കാണാൻ പറ്റുന്നവരെ എന്ത് ചെയ്യാൻ പറ്റൂല? വിവാഹം കഴിക്കാൻ പറ്റൂല. അവരെ തൊട്ടാൽ വുളു മുറിയുകയും ഇല്ല. പരസ്പരം കാണാൻ പറ്റാത്ത ആളുകൾ, അവര് വിവാഹം കഴിക്കാൻ പറ്റും. അവരെ തൊട്ടാൽ വുളു മുറിയുകയും ചെയ്യും. അതാണ് നമ്മൾ ഈ അജ്നബിയൈനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോ അന്യരായ വലിയവരായ സ്ത്രീ പുരുഷന്മാരുടെ
തൊലി തമ്മിൽ തട്ടിയാൽ ഉളു മുറിയും. 4 നിബന്ധനയിൽ പറഞ്ഞു. ഈ 4ഉം ഒക്കണം, എന്നാലേ ഉളു മുറിയുള്ളൂ. അന്യരാകണം, വലിയവരാകണം, അവർ സ്ത്രീ പുരുഷന്മാരാകണം, അതന്നെ പരസ്പരം തട്ടിയത് തൊലിയാകണം. എന്നാൽ മാത്രമേ, ഈ 4 നിബന്ധനയും ഉണ്ടെങ്കിൽ മാത്രമേ ഉളു മുറിയുകയുള്ളൂ. വലൗ ബി ഇക്റാഹിൻ, ഇനിയിപ്പോ ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷനെ തൊട്ടു, അത് ഇയാള് സ്വന്തം ഇഷ്ടപ്രകാരം തൊട്ടതല്ല, വേറെ ആള് നിർബന്ധിച്ച് തൊടിപ്പിച്ചതാണ്. സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, ഇവിടെ പരസ്പരം തൊടൽ ഉണ്ടായല്ലോ, എന്നാൽ 2 പേരുടെയും ഉളു മുറിയുന്നതാണ്. ഔ ബിലാ ശഹുവത്തിൻ, ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷനെ തൊട്ടത് പ്രത്യേക വികാരങ്ങളൊന്നുമില്ല, എന്നാലും ഉളു മുറിയുന്നതാണ്. സവാഉൻ ലാമിസു വൽ മൽമൂസു, ഇവിടെ തൊട്ട ആളും തൊടപ്പെട്ട ആളും 2 ആളും സമ. ഒരു അന്യ പുരുഷൻ ഒരു അന്യ സ്ത്രീയെ തൊട്ടു. തൊട്ട ആള് ആരാണ്? പുരുഷനാണ് തൊട്ടത്. പെണ്ണ് ഇങ്ങോട്ട് തൊടാൻ വന്നിട്ടില്ല, പുരുഷൻ ആ സ്ത്രീയെ അങ്ങോട്ട് പോയി തൊട്ടതാണ്. പക്ഷേ 2 പേരുടെയും ഉളു മുറിയുന്നതാണ്. തൊട്ട ആളുടെയും ആ തൊടൽ കൊണ്ട ആളുടെയും 2 ആളുടെയും ഉളു മുറിയുന്നതാണ്. അതാണ് സവാഉൻ ലാമിസു വൽ മൽമൂസു എന്ന് പറഞ്ഞത്. ലാക്കിൻ, എങ്കിലും, ലാ യന്ത്ഖിദു, മുറിയുകയില്ല, വുളൂഉൽ മയ്യിതി, മയ്യിത്തിന്റെ ഉളു മുറിയൂല. അപ്പൊ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മനുഷ്യനെ കുളിപ്പിച്ച് ഉളു എടുത്തു കൊടുത്ത് കഫൻ ചെയ്ത് അതിന്റെ മേൽ മയ്യിത്ത് നിസ്കരിച്ച് എന്നിട്ടാണ് ഖബറിൽ കൊണ്ടുപോയി വെക്കുക. അപ്പൊ ഈ മരിച്ച മനുഷ്യനെ കുളിപ്പിക്കണം, വുളു ചെയ്ത് കൊടുക്കണം. മയ്യത്തിന് വുളു ചെയ്ത് കൊടുത്തു, അതിന് ശേഷം ഈ മയ്യത്തിനെ അന്യ സ്ത്രീ പുരുഷന്മാർ തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയോ? ഇല്ല, മയ്യത്തിൻ്റെത് മുറിയൂല. അത് പ്രത്യേകതയാണ്. മയ്യത്തിനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിലക്കും ആ കുളി മുറിയൂല. മയ്യത്തിന് വുളു എടുത്തു കൊടുത്താൽ ആ മയ്യത്തിന് വുളു എടുത്തു കൊടുത്താൽ ആ വുളു എടുത്തു കൊടുത്ത മയ്യത്തിന് അന്യ സ്ത്രീ പുരുഷന്മാരെ തൊട്ട് കഴിഞ്ഞാൽ ആ വുളുവും ഒരിക്കലും മുറിയുകയില്ല, മയ്യത്തിൻ്റെത് മുറിയുകയില്ല എന്നർത്ഥം. അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതുള്ളൂ. വലാ നഖ്ള, വുളു മുറിയൂല, ബിലംസി ഗൈരിൽ ബശറതി, തൊലിയല്ലാത്ത ഭാഗം തൊട്ടാൽ വുളു മുറിയുകയില്ല. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ തട്ടിയാലാണ് വുളു മുറിയുക, അല്ലെങ്കിൽ വുളു മുറിയുകയില്ല. അപ്പൊ തൊലി തട്ടിയാലാണ് വുളു മുറിയുക. അപ്പൊ തൊലിയല്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെ അതവിടെ പറയുന്നുണ്ട്. തൊലിയല്ലാത്ത ഭാഗങ്ങള് അശ്ശഅറു, മുടിയാണ്. മുടി എന്ന് പറഞ്ഞ തലയിലുള്ളത് മാത്രമാണ് എന്നല്ല, ഈ രോമം, അത് തലയിലത്തെ മുടിയാണെങ്കിലും താടി രോമാണെങ്കിലും എന്താണെങ്കിലും അത് മുടി തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയൂല. വസിന്നു, പല്ല് തൊട്ടാൽ വുളു മുറിയൂല. വല്ലഫർ, നഖം തൊട്ടാൽ വുളു മുറിയില്ല. ബാത്തുനിൽ ഐനി, കണ്ണിന്റെ ഉള്ളു തൊട്ടാലും വുളു മുറിയൂല. കണ്ണിന്റെ ഉള്ളു തൊടാനാല് കണ്ണിന്റെ ഉള്ളു തൊടുന്ന സമയത്ത് അതിന്റെ ഇപ്പുറത്തോ അപ്പുറത്തോ കയ്യ തട്ടി കഴിഞ്ഞാൽ അപ്പൊ വുളു മുറിയും, അത് വേറെ കാര്യം. അപ്പോ നഖം, പല്ല്, മുടി, കണ്ണിന്റെ ഉള്ള്,
എത്രയും ഭാഗങ്ങൾ തൊട്ടാൽ വുദു മുറിയില്ല. ഇനി പറയുന്നത് വലാ ബിലംസിമൻ ലാ യുഷ്തഹ ഉറുഫൻ ഗാലിബൻ. സാധാരണഗതിയിൽ കണ്ടാൽ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും തോന്നാത്ത ഒരാൾ, അവരെ തൊട്ടാലും വുദു മുറിയുകയില്ല. കുറെ പ്രായം കൂടി 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 വളരെ വയസ്സനായിട്ടുണ്ട്, വയസ്സെത്തിയിട്ടുണ്ട്, ഈ പ്രത്യേകിച്ച് ആരെ കണ്ടാൽ ആ ആഗ്രഹങ്ങളൊന്നും തോന്നൂല, അങ്ങനെയുള്ളവരെ തൊട്ടാൽ വുദു മുറിയുകയില്ല. വലാ മഹ്റമിൻ ബിനസബിൻ ഔ റദാഇൻ ഔ മുസാഹറത്തിൻ. മഹ്റമിനെ തൊട്ടാൽ വുദു മുറിയുകയില്ല. മഹ്റം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമായ ആളുകൾക്കാണ് മഹ്റം എന്ന് പറയാം. വിവാഹം കഴിക്കാൻ പറ്റൂല, കാരണം അവർ അത്രത്തോളം അടുത്ത ബന്ധുക്കളാണ് എന്നർത്ഥം. ഉപ്പ മകൾ, അവർ പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റൂല. അവർ പരസ്പരം തൊട്ട വുദു മുറിയൂല, കാരണം അവർ അടുത്ത ബന്ധമാണ്. സഹോദരൻ സഹോദരി പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റില്ല, തൊട്ടാൽ വുദു മുറിയൂല, കാരണം അവർ അടുത്ത ബന്ധുക്കളാണ്. എന്നതുപോലെ വിവാഹബന്ധം ഹറാമായ ആളുകളെ തൊട്ടാലും വുദു മുറിയുകയില്ല. വിവാഹബന്ധം ഹറാമായവർ 3 നിലക്കുണ്ട്. നസബ കൊണ്ടുണ്ട്, റളാഹ് കൊണ്ടുണ്ട്, അതുപോലെ തന്നെ മുസാഹറത്ത് കൊണ്ടുമുണ്ട്. എന്താണ് നസബ്? നസബ് എന്ന് പറഞ്ഞാൽ കുടുംബ പരമ്പര, കുടുംബ ബന്ധം. ജ്യേഷ്ഠൻ അനിയൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനിയത്തി, ഇവരുടെ ബന്ധം എങ്ങനെ ഉണ്ടായത്? അതൊരു വിവാഹം കഴിച്ചപ്പോ ഉണ്ടായതാണോ? അല്ല, അവരുടെ കുടുംബ പരമ്പരാണ്, ജന്മം കൊണ്ടേ ഉണ്ടായ ബന്ധം. മനസ്സിലായല്ലോ? അപ്പോ നസബ പറഞ്ഞ നേരെ ഡയറക്റ്റ് കുടുംബ ബന്ധം. അങ്ങനെ വിവാഹബന്ധം ഹറാമായ ആളുകൾ, ജ്യേഷ്ഠൻ അനിയത്തി, ഉപ്പ മകള്, അങ്ങനെ. ഔ റളാഇൻ. റളാഇൻ എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധം കൊണ്ടുള്ള വിവാഹബന്ധം ഹറാമാവാം. മുലകുടി ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, പ്രധാന ഭക്ഷണം ഭക്ഷിക്കാത്ത ഒരു കുട്ടി, ഈ കുട്ടിക്ക് എന്ത് ചെയ്തു? മറ്റൊരു സ്ത്രീ പാല് കൊടുത്തു, 5 പ്രാവശ്യം പാല് കൊടുത്തു. എന്നാൽ ആ സ്ത്രീ ഈ കുട്ടിയുടെ ഉമ്മയായിട്ട് മാറും. അപ്പോ ഇവിടെ പറഞ്ഞത് മുലകുടി ബന്ധം. അപ്പൊ ഒരു നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു കുട്ടിക്ക് ഒരു സ്ത്രീ പാല് കൊടുത്തു കഴിഞ്ഞാൽ, 2 വയസ്സ് തികയാത്ത, പാലില്ലാത്ത, ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടിക്ക് മറ്റൊരു സ്ത്രീ 5 പ്രാവശ്യം പാല് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീ ഈ കുട്ടിയുടെ ഉമ്മയായിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഈ കുട്ടിക്ക് ഇനി ആ സ്ത്രീ വിവാഹം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ കുട്ടിയുടെ ഉമ്മയല്ലേ അത്, ഉമ്മനെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ. ആ സ്ത്രീയുടെ മക്കള്, ആ സ്ത്രീക്ക് വേറെ മക്കൾ ഉണ്ടാവുമല്ലോ, ആ മക്കളെ ഈ കുട്ടിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഈ കുട്ടിയുടെ ഉമ്മാന്റെ മക്കളല്ലേ. ആ സ്ത്രീ ഈ കുട്ടിക്ക് മുല കൊടുക്കലോട് കൂടി കുട്ടിയുടെ ഉമ്മയായിട്ട് മാറി.
പിന്നെ ആ ഉമ്മയുടെ മക്കൾ ഈ കുട്ടിയുടെ നേരെ സഹോദര സഹോദരിമാരെ പോലെ തന്നെയാണ്. അവരെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അവരെ തൊട്ടാൽ വുളൂ മുറിയുകയും ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടിക്ക് 2 വയസ്സ് തികയാത്തൊരു ചെറിയൊരു കുട്ടിക്ക് മറ്റൊരു സ്ത്രീ പാല് കൊടുത്തു കഴിഞ്ഞാൽ, 5 പ്രാവശ്യം പാല് കൊടുത്തു കഴിഞ്ഞാൽ, പാല് കൊടുത്ത സ്ത്രീ ഈ കുട്ടിയുടെ ഉമ്മയായിട്ട് മാറുന്നതാണ്. പിന്നെ സാധാരണ ഉമ്മയെ പോലെ തന്നെയാണ് ആ ഉമ്മയ്ക്ക് മറ്റു ബന്ധത്തിലുണ്ടായ മക്കൾ, അതും ഈ കുട്ടിക്ക് സ്വന്തം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ പോലെയാണ്. അവരെ കാണാൻ, തൊടാം, വുളൂ മുറിയൂല, അവരെ വിവാഹം കഴിക്കാൻ പറ്റുകയുമില്ല. നേരെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന് വിവാഹം കഴിക്കാൻ പറ്റൂലല്ലോ, അതുപോലെ തന്നെയാണ് അവർ. അടുത്തത് മുസാഹറത്ത്. മുസാഹറത്ത് എന്ന് പറഞ്ഞാൽ കെട്ടുബന്ധം. കെട്ടുബന്ധത്തിലൂടെ വിവാഹബന്ധം ഹറാമായ ആളുകൾ, അവർ തൊട്ടാലും വുളൂ മുറിയുകയില്ല. എന്താണ് കെട്ടുബന്ധം എന്ന് പറഞ്ഞാല്? ഉദാഹരണത്തിന് ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ ഉപ്പ, അല്ലെ, ഭർത്താവിന്റെ ഉപ്പ, ആ ഉപ്പയെ തൊട്ടാൽ ഈ സ്ത്രീയുടെ വുളൂ മുറിയോ? മുറിയൂല. ആ ഭർത്താവിന്റെ ഉപ്പയെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. മനസ്സിലായോ? അതുപോലെ തന്നെ ഇനി നേരെ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു. അപ്പൊ ഈ പുരുഷന്റെ ഭാര്യയുടെ ഉമ്മ, അല്ലെ, അമ്മായിമ്മ എന്നൊക്കെ പറയും. അതിനെ ഇനി തൊടാൻ പറ്റുമോ? പറ്റും. തൊട്ടാൽ വുളൂ മുറിയോ? വുളൂ മുറിയൂല. അവര് വിവാഹം കഴിക്കാൻ പറ്റുമോ? വിവാഹം കഴിക്കാൻ പറ്റൂല. സ്വന്തം ഉമ്മയെ പോലെയാണ്. മനസ്സിലായോ? അതാണ് കെട്ടുബന്ധത്തിലൂടെ വിവാഹബന്ധം ഹറാമായവർ എന്ന് പറഞ്ഞാൽ. അതിൽ വേറെയും ഒരു ഒരു ഇതുണ്ട്. ഉദാഹരണത്തിന് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അപ്പോ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ ഭർത്താവിന്റെ ഉപ്പ സ്വന്തം ഉപ്പയെ പോലെയാണ്. തൊട്ടാവുകയും പറയൂല, കാണാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ സ്ത്രീ ഡിവോഴ്സായി. അപ്പോ ഡിവോഴ്സ് ആകുന്നത് വരെ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം ഭർത്താവിനെ കാണാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഡിവോഴ്സ് ആയതിനു ശേഷം ഈ സ്ത്രീക്ക് ആ ഭർത്താവിനെ കാണാനോ സംസാരിക്കാനോ പറ്റില്ലല്ലോ. അവരുടെ ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. എന്നാലും ആ ഭർത്താവിന്റെ ഉപ്പ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉപ്പ തന്നെയാണ്. ആ ബന്ധം എന്താകൂല? വിച്ഛേദിക്കപ്പെടൂല. അത് എന്നും ആ ബന്ധം നിലനിൽക്കും. അത് ഉമ്മ ഉപ്പ എന്ന രീതിയിലുള്ള ബന്ധമാണ് എന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ ഇനി ഈ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആ ഉപ്പയെ വിവാഹം കഴിക്കാൻ പറ്റൂല. വിവാഹബന്ധം ഹറാമായവരാണ്. അവരെ തൊട്ട വുളൂ മുറിയൂല. അതേസമയം ഭർത്താവിന്റെ അനിയൻ, ഭർത്താവിന്റെ ഉപ്പയെ പറ്റിയപ്പോ നമ്മള് പറഞ്ഞത്, ഭർത്താവിന്റെ അനിയൻ കാണാൻ പാടില്ലാത്തവരാണ്, തൊട്ടാൽ വുളൂ മുറിയുന്നവരാണ്. മനസ്സിലായോ? അപ്പൊ 3 രൂപത്തിൽ എന്തൊക്കെ പറഞ്ഞു? വിവാഹബന്ധം ഹറാമായവര്, അഥവാ 3 രൂപത്തിൽ സ്പർശനം പറ്റുന്നവര്, പറ്റാത്തവര്. ഒന്ന് നസബ് കൊണ്ട്, അവ സാധാരണ കുടുംബ രീതി, നേരെ ബ്രദർ സിസ്റ്റർ എന്നുള്ള. മറ്റൊന്ന് മുലകുടി ബന്ധം, പറഞ്ഞല്ലോ, മുലകുടി ബന്ധത്തിലൂടെ വരുന്ന സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് ഒക്കെ. പിന്നെ പറഞ്ഞത് മുസാറത്ത്, കെട്ടുബന്ധം എന്ന് പറഞ്ഞാൽ അവസാനം പറഞ്ഞത്.
മരുമകൾക്ക് ഭർത്താവിന്റെ ഉപ്പയെ കാണാൻ പറ്റും, തൊടാൻ പറ്റും, ഒന്നും മുറിയില്ല. അത് മനസ്സിലായി വിചാരിക്കുന്നു. വലാബി തലാഖൈ റജുലൈനി വൽ മർഅതൈനി, ഒരു ആണിനെ തൊട്ടാൽ ഉദു മുറിയോ? അതില്ല, ഇല്ലല്ലോ. നമ്മളൊരു അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം തൊട്ടാലാണ് ഉദു മുറിയുക എന്ന് പറഞ്ഞത്. അപ്പൊ സ്ത്രീയെ തൊട്ടാലും പുരുഷനെ തൊട്ടാലും എന്ത് ചെയ്യും? ഉദു മുറിയുകയില്ല. വലാ ബിലംസിൽ ഉദുവിൽ മുബാനി, വേർപിരിഞ്ഞു പോയ അവയവം തൊട്ടാലും ഉദു മുറിയുകയില്ല. അവിടെ വിശദീകരണം കൊടുത്ത് കാണാം. മാലം ഓക്കെ. അപ്പൊ അവിടെ വേർപിരിഞ്ഞ അവയവം തൊട്ട് കഴിഞ്ഞ ഉദു മുറിയൂല എന്നാണ് പറഞ്ഞത്. വലവിസ്തബഹത്ത് മഹ്റമുഹു ബി അജ്നബിയ്യാത്തിൻ ഫലമസ വാഹിദത്തൻ മിൻഹുന്ന ലം യന്തഖൽ. വേറെ വിഷയ പറഞ്ഞ വലവിസ്തബഹത്ത് മഹ്റമുഹു ബി അജ്നബിയ്യാത്തിൻ ഫലമസ വാഹിദത്തൻ മിൻഹുന്ന ലം യന്തഖൽ. ഇപ്പോ ഒരു റൂമില് ഒരുപാട് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ എന്തുണ്ട്? സ്വന്തം സിസ്റ്ററും ഉണ്ട്. പെട്ടെന്ന് കറണ്ട് പോയി, ഇരുട്ടായി. ഇവന്ത് ചെയ്യൂ? അപ്പൊ ഇവന്ത് ചെയ്തു? ആ റൂമില് എന്തുണ്ട്? സ്ത്രീ പുരുഷന്മാര്, അന്യ സ്ത്രീ പുരുഷന്മാർ എല്ലാവരും ഉണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തൊട്ടു. ഈ തൊട്ടത് ആരാണെന്ന് അറിയില്ല. അത് പിന്നെ സിസ്റ്ററിനാവാം, അല്ലെങ്കിൽ വേറെ അല്ലെങ്കിലും ഒരാളെ ആവാം. അതുകൊണ്ട് എന്താകൂല? ഉദു മുറിയുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു റൂമില് ഒരുപാട് സ്ത്രീകളുണ്ട്, നമ്മുടെ സിസ്റ്ററും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ കയ്യിലെന്തോ തട്ടി. നമ്മൾ വിചാരിച്ചെന്താണ്? നമ്മളെ സിസ്റ്ററിന്റെ കൈയാണെന്ന്. ആക്ച്വലി തട്ടിയത് എന്താണ്? സിസ്റ്ററിന്റെ കൈയല്ല. അത് കുഴപ്പമില്ല, ഉദു മുറിയുകയില്ല. ഓക്കെ. ഇനി പറയുന്നത് മാ യുന്ദവു മിൻഹുൽ ഉദു. ഉദു മുറിയുന്ന കാര്യങ്ങളുടെ ചർച്ച അവിടെ അവസാനിച്ചു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുടെ ഈ ചോദിക്കാം. പിന്നെ ശേഷം പുതിയ വിഷയത്തിലേക്ക് പോവാം. ഉദു മുറിയുന്ന 4 കാര്യങ്ങൾ പറഞ്ഞു. സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. ഇല്ലാന്ന് വിചാരിക്കില്ല. അടുത്തിട്ട് നോക്കി മാ യുന്ദവു മിൻഹുൽ ഉദു. ഉദു സുന്നത്താകുന്ന കാര്യങ്ങൾ. അപ്പോ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഉദു എടുക്കൽ സുന്നത്തുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? ഉദു എടുക്കണം.
അപ്പൊ രണ്ട് രീതി വന്നു. ഒന്ന്, ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒതുവെടുക്കുക. മറ്റൊന്ന്, ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് ശേഷം, ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊന്ന് ചെയ്തതിന് ശേഷം ഒതുവെടുക്കുക. അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കണം. ചില കാര്യങ്ങളുടെ മുമ്പും ശേഷവും ഒതുവെടുക്കൽ യുന്തബുൽ വുദൂഉ മിൻ ഉമൂരി, താഴെ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് വുദൂ എടുക്കൽ എന്താണ്? സുന്നത്താവും. കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ക്ലാസ് കേൾക്കുന്നില്ല.
കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ക്ലാസ് ആക്കുന്നുണ്ട് ഇപ്പൊ. കേൾക്കുന്നില്ല.
കൂടുതലേക്കും